ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കാവ്യ മാധവൻ, അതേ മലയാള സിനിമാ നടികളിൽ ഏറ്റവും അധികം നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരം തന്നെയായിരുന്നു കാവ്യ മാധവൻ. ഓളെ നെഞ്ചിലേറ്റിയത് മാതിരി നമ്മൾ ഒരാളെയും നെഞ്ചിലേറ്റിയിട്ടില്ല. ആ രീതിയിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ദിലീപ് ഡിവോഴ്സിലേക്ക് പോകുന്നു. മഞ്ജു വാര്യറുമായി വേർപിരിയുന്നു. വെറും 2 വർഷത്തിന് ശേഷം ദിലീപും കാവ്യ മാധവനും തമ്മിൽ നമ്മൾ സംശയിച്ചതുപോലെ വിവാഹം കഴിക്കുന്നു. ഏറെ പൊട്ടിത്തെറി ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും അധികം ആളുകൾ കാത്തിരുന്നത് ഈ ഒരു ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവൻ എന്താണ് പറയാനുള്ളത്, കാവ്യ മാധവന്റെ മൊഴി എന്താണെന്നായിരുന്നു. ഏറ്റവും ഒടുവിൽ കാവ്യ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു. കാവ്യയുടെ മൊഴി എന്താണ്? ഏറെ ഞെട്ടിക്കുന്ന മൊഴി തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? അമേരിക്കയിൽ വെച്ച് എന്താണ് ഉണ്ടായത്? ബാത്റൂമിൽ ദിലീപ് കയറാനുണ്ടായ കാരണം എന്താണ്? ദിലീപിനൊപ്പരം റൂം ഷെയർ ചെയ്യുകയുണ്ടായോ? എല്ലാം കാവ്യ മാധവൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. പ്രധാനമായും കാവ്യ മാധവനിൽ ആരോപിക്കപ്പെട്ട കുറ്റം നമുക്കറിയാം. ഒന്നുകൂടി വായിക്കാം. അച്ഛനും അമ്മയ്ക്കും ഒപ്പം അമേരിക്കൻ ഷോയിലോട്ട് വന്ന കാവ്യ മാധവൻ അവരുടെ അനുവാദത്തോടുകൂടി അതിജീവിതയുടെയും റിമിയുടെയും റൂമിലോട്ട് പോകും. ഈ സമയം അവർ രണ്ടുപേരും പുറത്തു പോകുന്നു. കാവ്യ മാധവനും ദിലീപും ബാത്റൂമിൽ കയറി 1 മണിക്കൂർ കതകടച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാണ് പുറത്തു വന്നത്. ഇതിനു മുന്നേ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സിനിമയുടെ റിലീസ് ഫംഗ്ഷൻ സമയത്ത് അന്ന് ഹോട്ടലിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും ദിലീപിനെ കാണുന്നില്ല. 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞ് മീനാക്ഷിയും പിടിച്ചുകൊണ്ട് ദിലീപിന് വേണ്ടി മഞ്ജു വാര്യർ ഏറെ നേരം കാത്തുനിന്നിരുന്നു. ദിലീപ് എവിടെയെന്ന് ലിബർട്ടി ബഷീറിനോട് മഞ്ജു വാര്യർ അന്വേഷിക്കുന്നു. ദിലീപിനെ തിരക്കിപ്പോയ ലിബർട്ടി ബഷീറിന് കാണാൻ സാധിച്ചത് ബാത്റൂമിന്റെ സൈഡിൽ സംസാരിക്കുന്ന ദിലീപിനെയും കാവ്യ മാധവനെയുമാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം അന്ന് മുതൽ തന്നെ ദിലീപിന് ഒരു വീക്ക്നെസ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ഇതൊക്കെ സത്യമായിരുന്നോ? എന്താണ് ഇവിടെ ഉണ്ടായത്? എല്ലാം വെട്ടിത്തുറന്ന് കാവ്യ മാധവൻ പറഞ്ഞിരിക്കുന്നു. വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഒന്ന്, കാവ്യ മാധവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ്. നമുക്കറിയാം, ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആരംഭിക്കുന്നത്. കാവ്യ മാധവന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ്, ദിലീപിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കത്തിന്റെ ഒരു തുടക്കം. കഴിഞ്ഞ ദിവസമൊക്കെ മഞ്ജു വാര്യരുടെ വിസ്താരവേളയിലൊക്കെ പറഞ്ഞ വിശദാംശങ്ങൾ നമ്മൾ പങ്കുവച്ചപ്പോൾ അതിൽ പഴയ ദിലീപിന്റെ ഒരു ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നതും. ആ മെസ്സേജ് മഞ്ജു പിന്നീട് മറ്റുള്ള സുഹൃത്തുക്കളെ കാണിക്കുകയും പിന്നീട് അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് ഇത് ദിലീപ് അറിയാനിടയാവുകയും പിന്നീട് ദിലീപുമായി തർക്കമുടലെടുക്കുകയും ഒരു ശത്രുതയിലേക്ക്, അതിജീവിതമായ ശത്രുതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. ഇവിടെ കാവ്യയോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് തൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യ വിവാഹം കഴിച്ചത് 2009 കാവ്യ മാധവൻ. ആ സമയത്ത് അതിനുശേഷം ഈ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ വെണ്ണലയിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാനായി മടങ്ങി വന്നതാണ് എന്ന മറുപടിയാണ് കാവ്യ നൽകിയത്. അതായത് 2009 വിശാൽ ചന്ദ്ര എന്ന് പറയുന്ന വിശാല മനസ്കരായ ഒരു പഹയനുമായിട്ട് കുവൈറ്റിൽ എണ്ണപ്പാടം പോലും സ്വന്തമായുള്ള ഒരു പഹയനെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം 2 ആഴ്ചയോളം ആ ഒരു വിവാഹ ജീവിതം നീണ്ടു നിന്നതിന് ശേഷം ഓള് മടങ്ങി വരുന്നു. എന്തിനാണ്? വീട്ടുകാരെ കാണാതിരിക്കാൻ, അതായത് മാതാപിതാക്കളെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്കറിയാം, അമേരിക്കയിൽ പോയപ്പോൾ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഓളെ കല്യാണം കഴിച്ച് വിശാൽ ചന്ദ്രയുടെ കൂടെ കുവൈറ്റിൽ വിട്ടപ്പോൾ ഓള് മാതാപിതാക്കളെ വല്ലാണ്ട് മിസ് ചെയ്തു. അങ്ങനെ ഓള് തിരിച്ചു വന്ന് വെണ്ണലയിൽ താമസിക്കുന്നു. അതിനിടയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. മഞ്ജു വാര്യരെ ആ സമയത്ത് PW34 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 34 മഞ്ജു വാര്യരെ നന്നായി അറിയാം, മഞ്ജുവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്ന് കാവ്യ മാധവൻ പറയുന്നുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള അവരുടെ ഈ വിവാഹബന്ധം തകർന്നതിന് മുൻപുള്ള കാര്യമാണിത്. ദിലീപുമായി വിവാഹം വരെ, തങ്ങളുടെ വിവാഹം വരെ ദിലീപുമായി അതിജീവിത വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യം കൂടി കാവ്യ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ദിലീപിന്റെ ദാമ്പത്യ ബന്ധം, ആദ്യത്തെ ദാമ്പത്യ ബന്ധം, മഞ്ജുവുമായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി നിങ്ങളാണോ എന്ന ചോദ്യത്തിന് നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ, തനിക്ക് അതിലൊരു പങ്കാളിത്തവും ഇല്ല എന്ന് കാവ്യ മാധവൻ വ്യക്തമാക്കിയായിരുന്നു. അപ്പോൾ മറ്റൊരു ചോദ്യം പ്രോസിക്യൂഷൻ ചോദിച്ചത്, അതിജീവിതയ്ക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ കാവ്യ ഈ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള സംഭവവികാസങ്ങളിൽ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യത്തിനും താൻ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർക്കും അത്തരത്തിലൊരു പങ്കാളിത്തമില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവൻ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഓള് പറയുന്നത് ഓളിക്കാര്യത്തിൽ വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. ഓളുടെ വിവാഹ ജീവിതം തകർന്നു പോയതിന്റെ ദുഃഖഭാരത്താൽ സിനിമ നശിച്ചിരിക്കുന്നു. വിവാഹ ജീവിതവും വിശാൽ ചന്ദ്രയുമായിട്ടുള്ളത് പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന്റെ ദുഃഖത്താൽ വെണ്ണലയിൽ വന്ന് വീർപ്പൂട്ടി കഴിയുന്നതിനിടയിലാണ് ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ വേർപിരിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഓൾക്കൊന്നും, അതായത് ആ ഒരു വിഷയത്തിലേ ഓക്ക് പങ്കില്ല.
മറ്റൊരു ചോദ്യമായി, അതായത് ഈ കാവ്യ ദിലീപ് ബന്ധത്തിന്റെ ആഴവും പരപ്പുമൊക്കെ തങ്ങൾ മനസ്സിലാക്കിയത് അതിജീവിതയും മറ്റും പറഞ്ഞിരുന്നത് അത് ഒരു US ഷോയുമായി ബന്ധപ്പെട്ട സമയത്താണ്. അന്ന് US ഷോയിൽ അന്ന് ഒരു മുറിയിൽ ഇവർ തമ്മിൽ പരസ്പരം കാവ്യയും ദിലീപും മുറികളിൽ ഒരുമിച്ചുണ്ടാകാറുണ്ടായിരുന്നു. അത് കണ്ടു, ബാത്റൂമിലും മറ്റും ഒരുമിച്ച് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്ന മൊഴി അതിജീവിത നൽകിയത്. പിന്നീട് അതിജീവിത മാത്രമല്ല, തനിക്ക് ഈ വിഷയം അറിയാമായിരുന്നു എന്ന് മഞ്ജു വാര്യരും മറ്റും പറഞ്ഞത് നമ്മൾ മൊഴിയായി കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അത് ഭാമയ്ക്കും അതിജീവിതയ്ക്കും ഒപ്പം മിക്കവാറും താൻ മുറി ഷെയർ ചെയ്തിരുന്നു. തൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താൻ ഈ ഷോയ്ക്ക് പോയത്. ഭാമയ്ക്കും അതിജീവിതയ്ക്കും ഒപ്പം താൻ തൻ്റെ മുറി ഷെയർ ചെയ്തിരുന്നു. അവർക്കൊപ്പമാണ് താൻ ചില ദിവസങ്ങളിലൊക്കെ ഉറങ്ങിയത് എന്ന് പറയുന്നു. മാത്രമല്ല, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് റൂമുകളാണ്, പരസ്പര ബന്ധമുള്ള റൂമുകളാണ്. അതായത് അപ്പുറത്തെ തൊട്ടടുത്ത റൂമുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വന്ന് കയറാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അത്തരം മുറിയിലാണ് താൻ താമസിച്ചിരുന്നത്. മാതാപിതാക്കളും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒപ്പം ഈ ഒരു ഷോയുടെ ക്യാപ്റ്റൻ ദിലീപ് എന്ന് പറയുന്ന ഈ ഒരു പഹയനായിരുന്നു. എന്നാൽ ഓൾക്ക് മാത്രം ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ. ബാത്റൂമിൽ പോകുമ്പോൾ ദിലീപ് തന്നെ കൂട്ടുവരണമെന്നുള്ളൊരു വാശി ഓൾക്കുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു മൊഴിയാണ് അതിജീവിതയും മറ്റു ചില നടികളും ആദ്യം കൊടുത്തത്. ഭാമയടക്കമുള്ള ആളുകൾ പിന്നീട് മാറ്റി പറയുകയുണ്ടായി. ഓലെ തോന്നലാണെന്നാണ് പറഞ്ഞത്. അതായത് കാവ്യ മാധവനോടൊപ്പം ബാത്റൂമിൽ 1 മണിക്കൂറോളം ദിലീപ് എന്ന് പറയുന്ന പഹയൻ പോയിരുന്നു എന്ന് കണ്ടെന്നാദ്യം പറയുകയും പിന്നീട് ഓൾക്ക് തോന്നിയതാണെന്ന് പറഞ്ഞ് ഓല് മാറ്റി പറയുകയും ചെയ്തു. എന്നാൽ അതിജീവിത ഇപ്പോഴും പറയുന്നത് 1 മണിക്കൂറോളം ബാത്റൂമിൽ ചില പരിശീലനങ്ങൾ ദിലീപ് കാവ്യമാധവന് നൽകുകയായിരുന്നു എന്നാണ്. എന്നാൽ ഈ ഒരു സംഗതി കാവ്യമാധവൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ല, ദിലീപ് അങ്ങനെ സ്ഥിരമായി തന്നെ കാണാൻ വരാറില്ല. പക്ഷെ ദിലീപാണ് ഈ ഷോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ. ഷോ പ്ലാൻ ചെയ്ത ആൾ ദിലീപായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ള മറുപടിയാണ് ഇത്തരത്തിൽ കാവ്യ നൽകിയത്. ഈ ക്യാപ്റ്റൻ പറയുന്നതനുസരിച്ച് ഈ യാത്രയുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കാൻ, ഒപ്പം പിറ്റേ ദിവസം ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാനും മറ്റുമൊക്കെയായി ദിലീപ് മുറിയിൽ വരുമായിരുന്നു. അത് താൻ ഒറ്റയ്ക്കല്ല, താൻ മറ്റുള്ളവരൊക്കെയുള്ള സമയത്താണ് വന്നുകൊണ്ടിരുന്നത് എന്നാണ് കാവ്യയുടെ മറുപടി എന്നുള്ളതാണ്. കാവ്യമാധവൻ, അതിജീവിത, ഭാമ, രമ്യ നമ്പീശൻ, നിരവധി സ്ത്രീകളുള്ള ഒരു ഷോ, അമേരിക്കൻ ഷോ, അതിന്റെ ക്യാപ്റ്റനായി ദിലീപേട്ടനെ കൊണ്ടുവരുന്നു. നമുക്കറിയാം, ദിലീപേട്ടൻ ഇത്തരം സ്ത്രീകളെ ക്യാപ്റ്റനായി മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള ഒരു പഹയൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഷോയ്ക്ക് പോകുന്നു. ഷോയുടെ കാര്യങ്ങൾ, വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂമിൽ വരുന്ന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് മാത്രമാണ് അവിടെ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ മുറികളിൽ ഇന്റർ കണക്റ്റഡ് മുറികളിലും മറ്റും താമസിക്കുമ്പോഴും ഈ പരസ്പരം നിങ്ങൾ വരുമ്പോൾ ഇവർ മാറിപ്പോകുമായിരുന്നോ, അതായത് മറ്റു നടിമാർ രണ്ടും മാറിപ്പോകുമായിരുന്നോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വിഷയം, ദിലീപുമായി സുഹൃത്ത് ബന്ധത്തെക്കാൾ വലിയ അടുപ്പം താൻ പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കാവ്യ സമ്മതിക്കുന്നുണ്ട്. അതായത് സുഹൃത്ത് ബന്ധത്തെക്കാൾ വലിയ ഒരടുപ്പം ദിലീപുമായി പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കാവ്യ സമ്മതിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം 2012 മഞ്ജു ദിലീപ് ബന്ധം തകർന്ന് എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിലീപിന്റെ മെസ്സേജുമായി, നേരത്തെ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, മെസ്സേജുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഈ മെസ്സേജ് അയച്ചു, പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് എതിർഭാഗത്തുള്ളവരുടെ ആരോപണം, ഈ റൂമിൽ അതിജീവിതയും ഭാമയും കിടക്കുന്നു. റൂം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിജീവിതയുടെയും ഭാമയുടെയും റൂമാണെന്ന് തോന്നുക. ഓലെ അവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷം ബലത്തിൽ അവിടെ കൂടുതൽ സമയവും അകത്തുണ്ടായിരിക്കുക ദിലീപും കാവ്യമാധവനും ആയിരുന്നുവെന്നാണ് ഈ പറഞ്ഞ അതിജീവിതയുടെ അടക്കം മൊഴി. എന്നാൽ അങ്ങനെയല്ല, റൂമിൽ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് പ്രമുഖ താരം കാവ്യമാധവൻ പറയുന്നത്. അതുപോലെ തന്നെ മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ട ഡൈവോഴ്സ്, മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓളുടെ പഴയ ഫോൺ നമ്പർ, അതൊന്നും ഓൾക്ക് ഓർമ്മയില്ല. എല്ലാം ഓള് മറന്നു പോയിരിക്കുന്നു. പല കാര്യങ്ങളല്ലേ, ഓൾക്കൊന്നും ഓർമ്മയില്ല. ായി പറഞ്ഞത് ഈ ഫോണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫോണാണല്ലോ ഈ വിഷയത്തിൽ, ഫോൺ നമ്പറാണല്ലോ പ്രധാനപ്പെട്ട തെളിവായി മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഫോൺ നമ്പർ സംബന്ധിച്ച് കാവ്യ മാധവൻ പറയുന്നത് ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് തൻ്റെ തന്നെയാണോ എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോൺ 2012 മഞ്ജു വാര്യർ ഈ മെസ്സേജ് കണ്ടതിന് ശേഷം ഈ ഫോൺ നമ്പർ മഞ്ജു വാര്യർ ഫോൺ നമ്പർ മാറ്റി എന്ന ചോദ്യം, എന്തുകൊണ്ട് മാറ്റി എന്ന ചോദ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. ഈ വാദത്തിന് മറുപടി പറഞ്ഞത് താനൊരു സെലിബ്രിറ്റിയാണ്, വളരെ എല്ലാവരും അറിയാവുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരാൾ സ്ഥിരമായി ഫോൺ നമ്പർ മാറ്റാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഫോൺ നമ്പർ മാറ്റിയത്. അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് കാവ്യ ചെയ്തത്.
2014 ഫോൺ നമ്പർ മാറുന്നു. സ്വാഭാവികം. കൈ നിറയെ ചിത്രങ്ങളുള്ള തിരക്കായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നമുക്കറിയാമായിരുന്നു വിശാൽ ചന്ദ്രയെ ഉപേക്ഷിച്ച് വെണ്ണലയിൽ വന്ന് താമസിച്ച സമയത്ത് ആ ഒരു പ്രൈവസിയുടെ ഇഷ്യൂ കൊണ്ട് തിരക്കുകൊണ്ട് മാത്രം ആ ഒരു ഫോൺ നമ്പർ ഒന്ന് മാറ്റുന്നു. അതിലെന്താണ് ഇത്ര തെറ്റുള്ളത്? ഈ ഷോകൾ സംബന്ധിച്ച് ഈ ഷോയിൽ വിദേശത്ത് പോകുന്ന ഷോകളിലൊക്കെ നിരവധി ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. കലാഭവൻ മണിയും നാദിർഷായും ഒക്കെയുള്ള പല ഷോകളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി. ഈ ഷോയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ, ഒപ്പം ബസ്സിൽ ഒരു US ഷോയിൽ ഉണ്ടായ സംഭവങ്ങൾ, അതായത് ഈ അതിജീവിതയോട് നടൻ ദിലീപ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചുവല്ലോ എന്ന കാര്യം നിഷേധിച്ചു. ഒപ്പം ഈ വീട്ടിൽ വന്നു ഭാമയും കാവ്യ മാധവനും മഞ്ജു വാര്യരും ഒപ്പം സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി വീട്ടിൽ വന്ന് ഈ മെസ്സേജുകൾ സംബന്ധിച്ച് ചോദിച്ചില്ലേ എന്ന ചോദ്യത്തിനും അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കാവ്യ മാധവനും പറഞ്ഞു. തുടർന്ന് മൊഴിയെടുത്ത PW 250 ആയ കാവ്യയുടെ അമ്മയും കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ ദിലീപ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു എന്ന് കാവ്യ പറയുന്നുണ്ട്. തനിക്ക് സുഹൃത്ത് ബന്ധത്തെക്കാൾ കൂടുതൽ ഒരു ബന്ധമുള്ള ഒരാളായിരുന്നു ദിലീപ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റിയെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ് എന്ന് കാവ്യ പറയുന്ന പശ്ചാത്തലമുണ്ട്. ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്റ്റുകളും ഫോൺ കോളുകളും ഒക്കെ ഓർമ്മയില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുതയില്ല ഉണ്ടായിരുന്നില്ല എന്നും കാവ്യ മാധവൻ പറയുന്ന സാഹചര്യമുണ്ടായി. തന്നെ കാണാൻ അതിജീവിതയും കൂട്ടുകാരികളും മഞ്ജു വാര്യരും വന്നു എന്നുള്ള മൊഴി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം പൂർണ്ണമായും കാവ്യ തള്ളുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം മഞ്ജു വാര്യരുമായുള്ള ദിലീപിന്റെ വിവാഹബന്ധം തകർന്നതിന് കാരണം താനാണെന്ന വാദം തള്ളുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതൊക്കെ അതായത് ഓളെല്ലാം തള്ളിയിരിക്കുകയാണ്, മുഴുവനായി ഓള് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓൾ അംഗീകരിച്ച ഏക കാര്യം ദിലീപേട്ടനുമായി സുഹൃത്ത് ബന്ധത്തിൽ കൂടുതലായി ചില അടുപ്പങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊരു അവിഹിതമായിരുന്നില്ല. ബാത്റൂമിൽ ദിലീപേട്ടനോടൊപ്പം താൻ ഒറ്റയ്ക്ക് 1 മണിക്കൂർ അമേരിക്കയിൽ ചെലവഴിച്ചിരുന്നില്ല. റൂം ഷെയർ ഒരുമിച്ച് ദിലീപേട്ടനോടൊപ്പം ചെയ്തിരുന്നില്ല. ഇതൊക്കെ ഓള് തള്ളുകയായിരുന്നു. അത് മാത്രമല്ല, വെണ്ണലയിൽ വന്ന് താൻ ദിലീപേട്ടന് മെസ്സേജ് അയച്ചിട്ടേയില്ലെന്നുള്ള കാര്യത്തിൽ, അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഓൾ എല്ലാ കാര്യങ്ങളും ഒന്നൊഴികെ എല്ലാ കാര്യങ്ങളും തള്ളിയിരിക്കുകയാണ്. ഈ തള്ളൽ കൊണ്ട് തന്നെയാണ് കോടതിയും മോളെ വെറുതെ വിടാനും പ്രതി ചേർക്കാതെയും ഈ ഒരു കേസിൽ ദിലീപിനെയും വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടായത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. സാക്ഷികളിലെ പല കള്ളഹിമാറുകളും കൂറുമാറിയത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായത്. ഇനിവേ ഏറ്റവും ഒടുവിൽ കാവ്യയ്ക്ക് പറയാനുള്ളത് കാവ്യ മാധവൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാവ്യ മാധവന്റെ ആ ഒരു നിർമ്മല മനസ്സ്, ആ ഒരു സത്യസന്ധത നിങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. അതുമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റു വീഡിയോ കാണാം.